വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ തമ്മിലുള്ള ഇന്നത്തെ മത്സരം രണ്ടു ടീമുകൾക്കും ആദ്യ പകുതികൾ വളരെ ആവേശത്തിൻ്റെതായിരുന്നു. പക്ക എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു ആദ്യ പകുതികൾ രണ്ടു ടീമിനും. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ രണ്ടു ടീമുകളുടെയും ഇന്നിങ്സ് വളരെ ശോകമായിരുന്നു. പക്ക അവാർഡ് പടമെന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നീട് അവസാന ഓവറിലേക്ക് എത്തുമ്പോൾ രണ്ടു ഭാഗത്തും വീണ്ടും ഒരു അടിയുടെ ഇടിയുടെ പൂരം തന്നെ നടക്കുന്നു. അങ്ങനെയാണ് ഇന്നത്തെ CSK LSG മത്സരത്തെ വിശേഷിപ്പിക്കാനാവുക. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തം തട്ടകത്തിൽ ടോസ് ലഭിച്ച് LSG ബാറ്റിങ്ങിന് അയക്കുന്നു. ജോഷ് ഇംഗ്ലീഷ് നിറഞ്ഞാടുന്ന കാഴ്ചയാണ്. സിക്സുകളും ഫോറുകളും ആ ബാറ്റിൽ നിന്ന് പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബൗളേഴ്സിന് ഒരവസരവും കൊടുക്കാതെ സ്കോർ ബോർഡ് ചലിച്ചുകൊണ്ടേയിരുന്നു. 6 ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 91. അപ്പോൾ പുറത്താകുന്നത് 10 പന്തിൽ 10 റൺസുമായി കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറി മാൻ മിച്ചൽ മാഷായിരുന്നു. 33 പന്തുകളിൽ 85 റൺസുമായി ജോഷ് ഇംഗ്ലീഷ് പുറത്താകുന്നത് വരെ ഒരു തേരോട്ടമായിരുന്നു ലക്നൗ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്വന്തം തട്ടകത്തിൽ നടത്തിയത്. ജെമി ഓവർട്ടന്റെ ബൗളിംഗിൽ ഇടത് ഭാഗത്തേക്ക് ഡൈവ് ചെയ്തുകൊണ്ട് വിക്കറ്റിന് പിന്നിൽ സഞ്ജു സാംസൺ കാണിച്ച ഒരു അത്യപൂർവ കാഴ്ചയുണ്ട്. ആ ഒരു എഫേർട്ട് തന്നെയാണ് ജോഷ് ഇംഗ്ലീഷിനെ പുറത്തേക്ക് അയച്ചത്. 250 കടന്ന് കുതിച്ചു പോകുമെന്ന് കരുതിയിരുന്ന സ്കോർ ബോർഡിനെ പിന്നീട് ചെന്നൈ ബൗളിംഗ് നിര പിടിച്ചു കെട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. ലക്നൗ 20 ഓവർ പൂർത്തിയാകുമ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിൽ 203 എന്ന സ്കോറിലെത്തുന്നു. അവസാനത്തിൽ ഒരു അത്യുജ്വല സ്കോറിംഗ് നടത്തിയ ഷഹബാസ് അഹമ്മദ് തന്നെയാണ് ലക്നൌവിൻ്റെ സ്കോർ 200 കടത്തിയത്. 25 പന്തുകളിൽ 43 റൺസായിരുന്നു ഷഹബാസ് അഹമ്മദ് നേടിയത്. ലക്നൗ 203 റൺസ് എടുത്തപ്പോൾ പഴയ കണക്കുകളുടെ ബലത്തിൽ നിന്ന് ലക്നൌവിന് ജയിച്ചു കയറാമെന്നായിരുന്നു മോഹമുണ്ടായിരുന്നത്. പക്ഷേ ആ മോഹത്തെ തല്ലിക്കെടുത്തുന്ന കാഴ്ചയാണ് പിന്നീട് ചെന്നൈ ബാറ്റിംഗ് നിര കാഴ്ചവെച്ചത്. മുൻകാല ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ലക്നൌവിനെതിരെ 150 മുകളിൽ സ്കോർ ചേസ് ചെയ്ത് ചെന്നൈ സൂപ്പർ കിങ്സ് നാളിതുവരെ ജയിച്ചിട്ടില്ല എന്നൊരു റെക്കോർഡുണ്ടായിരുന്നു. ആ റെക്കോർഡാണെന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ സ്വന്തം തട്ടകത്തിൽ മറികടക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു സഞ്ജു സാംസണും ക്യാപ്റ്റൻ ഗെയ്ക്വാദ് പതിവിന് വിപരീതമായി സഞ്ജു സാംസന്റെ കൂടെ അടിച്ചു കളിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ക്രീസിലെത്തിയത്. ഇരുവരും മാറി മാറി ഫോറുകളും സിക്സുകളും നേടിക്കൊണ്ടിരുന്നപ്പോൾ സ്കോർ ബോർഡ് നഷ്ടങ്ങളില്ലാതെ ചലിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദിഗ്വേഷ് സിംഗിനെ 4നും 6നും പറത്തി വീണ്ടും ഒരു 6 പറത്താനുള്ള ശ്രമത്തിൽ സഞ്ജു സാംസൺ 14 പന്തിൽ 28 റൺസുമായി ബൗൾഡായി പുറത്താകുന്നു. അവിടെ നിന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ രാശി തെളിയുന്നതെന്ന് വേണം പറയാൻ. പിന്നീട് ക്രീസിലെത്തുന്നത് യുവതാരം ഉർവിൽ പട്ടേൽ. ലക്നൌവിന്റെ ഇന്നിങ്സിൽ ജോഷ് ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞതുപോലെ ക്രീസിലെത്തി നേരിടുന്ന പന്തുകളെല്ലാം സിക്സറിലേക്ക് പറത്തണമെന്നൊരു ദൃഢനിശ്ചയത്തിൽ ക്രീസിലെത്തിയതുപോലെയായിരുന്നു ഉർവിൽ പട്ടേലിന്റെ കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആദ്യ പന്തിൽ ഒരു സിംഗിൾ എടുക്കുന്നു. പിന്നീട് സ്ട്രൈക്കിലെത്തുന്നത് ആവേശ് ഖാന്റെ ഓവറിലാണ്. ഹാട്രിക് 6 അടിച്ചുകൊണ്ട് തൻ്റെ വരവറിയിക്കുന്നു ഉർവിൽ പട്ടേൽ. 5 സിക്സുകളും ഒരു ഫോറും ഒരു സിംഗിളും അടക്കം 41 റൺസിലെത്തുന്നു. ഒരു പക്ഷേ IPL ചരിത്രത്തിലെ അതിവേഗ 50 തൻ്റെ പേരിൽ കുറിക്കുമെന്ന് പോലും തോന്നിച്ച നിമിഷമായിരുന്നത്. 50ലേക്ക് എത്താൻ 13 പന്തുകൾ വേണ്ടി വന്നു. ജയ്സ്വാളിൻ്റെ റെക്കോർഡിനൊപ്പം ഇന്ന് ഉർവിൽ പട്ടേലും എത്തുന്നു 13 പന്തുകളിൽ അതിവേഗ 50യുമായി. ഉർവിൽ പട്ടേൽ പുറത്താകുമ്പോൾ 8 സിക്സും 2 ഫോറും അടക്കം 23 പന്തുകളിൽ 65 റൺസായിരുന്നു അയാളുടെ സമ്പാദ്യം. പക്ഷെ പിന്നീട് ക്രീസിലെത്തുന്നത് കാർത്തിക് ശർമ്മയാണ്. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം നങ്കൂരമിട്ട് കളിച്ച് ടീമിനെ വിജയിപ്പിച്ച കളിക്കാരൻ തന്നെയാണ്. ആർക്കും അതിൽ എതിരഭിപ്രായമില്ല. പക്ഷേ ഇന്നത്തെ മത്സരം വളരെ സ്ലോ ആയിട്ടാണ് അയാൾ കളിച്ചതെന്ന് വേണം പറയാൻ. കൂട്ടിനുണ്ടായിരുന്നത് ഗെയ്ക്വാദുമായിരുന്നു. ഒരു ഓവറിൽ 3ഉം 4ഉം ബൗണ്ടറികൾ വന്നെടുത്തു നിന്ന് പിന്നെ ഒരു ബൗണ്ടറി കാണാൻ 5 ഓവറുകൾ വരെ കാത്തിരിക്കേണ്ടി വന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർക്ക്. ഒരു ഘട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കയ്യിൽ നിന്ന് മത്സരം ലക്നൗ പിടിച്ചെടുക്കുമെന്ന് പോലും തോന്നിപ്പിച്ച സന്ദർഭങ്ങൾ കടന്നു കഴിഞ്ഞു. അതിനിടയ്ക്ക് ഒട്ടനവധി ക്യാച്ചുകൾ ലക്നൗ സൂപ്പർ കിങ്സിന്റെ ഫീൽഡേഴ്സ് വിട്ടുകളയുന്ന അതിദയനീയ കാഴ്ചയും നമ്മൾ കണ്ടു. ഒരുപക്ഷെ ആ ക്യാച്ചുകൾ എടുത്തിരുന്നെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയത്തിലേക്ക് പോകാൻ കഴിയുമായിരുന്നോ എന്ന കാര്യത്തിൽ സംശയം ബാക്കിയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് വിജയത്തിലേക്ക് നയിക്കുന്നത് പ്രശാന്ത് വീറും ശിവം ദൂബെയുമാണ്. ആദ്യഘട്ടത്തിൽ ബൗണ്ടറികൾ നേടാൻ പ്രയാസപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവസാന ഓവറിൽ തുടരെ 2 സിക്സുകൾ നേടിക്കൊണ്ടാണ് ശിവം ദൂബെ 4 പന്തുകൾ ബാക്കി നിൽക്കെ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്. ആ വിജയത്തിലൂടെ 11 മത്സരങ്ങളിൽ 12 പോയിന്റുമായി രാജസ്ഥാനെയും പിന്തള്ളിക്കൊണ്ട് 5ാം സ്ഥാനത്തേക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് നടന്നു കയറുന്നു. വിക്കറ്റ് വേട്ടയിൽ നിന്ന് കംബോജ് ഓറഞ്ച് ക്യാപ്പ് കരസ്ഥമാക്കുന്നു.
ഇന്നത്തെ മത്സരത്തിൽ 2 വിക്കറ്റുകളാണ് കംബോജ് നേടിയെടുത്തത്. ഇന്നലെ കംബോജിനെയും ഭുവനേഷ് കുമാറിനെയും മറികടന്ന് റബാദ 18 വിക്കറ്റിലെത്തിയിരുന്നു. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ കംബോജ് 2 വിക്കറ്റുകൾ നേടി അത് 19 ഉയർത്തുന്നു. എന്നാൽ തൊട്ടുപിറകെ മുംബൈ ഇന്ത്യൻസിലുള്ള മത്സരത്തിൽ 1 വിക്കറ്റ് നേടിക്കൊണ്ട് തൻ്റെ വിക്കറ്റ് നേട്ടം 18 ഉയർത്തിക്കൊണ്ട് ഭുവനേഷ് കുമാർ ഉണ്ട്. ഒരു പക്ഷേ മത്സരം പൂർത്തിയാകുമ്പോഴേക്ക് ഭുവനേഷ് കുമാർ അതും മറികടന്നേക്കാം. ലക്നൌവിനെതിരെ 5 വിക്കറ്റിൻ്റെ മികച്ച വിജയത്തോടെ അവസാന 4-ൽ നിലനിൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് ആരാധകർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് മുന്നോട്ട് തന്നെ. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.